ഞാൻ സനിയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വിവാഹം ചെയ്തതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെൻറ്റിൽ വാട്ട് നെക്സ്റ്റ്, സനക്ക് സനൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ CT ഷിഹാബ്, ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരനെ എല്ലാവർക്കും നല്ല സുപരിചിതനാണ്, മോട്ടിവേഷണറാണ്, അതുപോലെ വ്ളോഗറാണ്, പലതരത്തിലും മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്, ഇൻഫ്ലുവൻസറാണ്. അതുപോലെ തന്നെ എന്താണ്, കയ്യിലും കാലിലും കുറച്ച് ഇതുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരനെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. എല്ലാ ഇതിലും മേഖലയിലും പുള്ളിക്കാരൻ തിളങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ അടുത്ത് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. കുറേ നാളായിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ വീഡിയോസിലൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എപ്പോഴും ഇവർ കുഞ്ഞും വൈഫും എന്താണ് ഇവർ ഷിഹാബും തമ്മിലുള്ള വീഡിയോകൾ എപ്പോഴും ഉള്ളതാണ്, പല വീഡിയോകളും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പരസ്യത്തിൻ്റെ ആ ഒരു ഇതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണുന്നതാണ്. പക്ഷെ കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. ഇവർ ഒരുമിച്ചുള്ള വീഡിയോസുകളൊന്നും കാണില്ല. വേറെ പല പെണ്ണുങ്ങളുമായിട്ടുള്ള വീഡിയോസ്, ഷിഹാബ് വേറെ പെണ്ണുങ്ങളുമായിട്ട് സ്ത്രീകളുമായിട്ട് അഭിനയിക്കുന്ന വീഡിയോകളൊക്കെ കാണാനിടയായി. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുള്ളിക്കാരൻ ഇതിനൊരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ ഈ അടുത്താണ് കാണാനിടയായത്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഡിവോഴ്സ് ആയി എന്ന് പറയുന്നില്ല, പക്ഷേ എന്ന് ഞങ്ങൾ പരസ്പരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു അന്ന് ഞങ്ങൾ ഡിവോഴ്സ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഡിവോഴ്സ് ആയി എന്ന തരത്തിലാണ് പുള്ളിക്കാരനെ കാണുന്നത്. പക്ഷേ അവർ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല, 2 വർഷത്തോളം ആയി ഞങ്ങൾ ഒരുമിച്ചല്ല, പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം പിന്നെ ഈ പുള്ളിക്കാരൻ വേറെ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കത് എടുക്കാൻ പറ്റിയില്ല, അതെന്തോ ഡൗൺലോഡ് ആവുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ അതിൽ പറയുന്നുണ്ടായിരുന്നു, സന എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിവോഴ്സ് ആയോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രതികരണമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു, അവർ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ അവർ പിരിഞ്ഞാണ് താമസം. അപ്പോൾ അവരെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് പോകാൻ കഴിയട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും. അപ്പോൾ കുറവുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ കുറേ പേര് കമൻ്റ് ഇട്ടത് കണ്ടു, അവർക്ക് സെക്സ് ഇത് പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ നോക്കുമ്പോൾ സെക്സ് ഇല്ലാതെ ഒരു കുഞ്ഞ് അവർക്ക് ജനിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വിട്ടിട്ട് അവരെ അവഹേളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോസുകളൊക്കെ, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കണ്ട് അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട്. അവർക്ക് ആ കുഞ്ഞ് ജനിച്ചല്ലോ, കല്യാണം കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും കുഞ്ഞ് ജനിച്ചില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ അവർക്ക് കുഞ്ഞ് ജനിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കുറച്ച് കണ്ടു നോക്കൂ. ഫോട്ടോഷൂട്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ ചെയ്ത സമയത്ത് അതിൽ കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത് ഇപ്പൊ നിങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും ആരും കാണാത്തതും കൊണ്ട് പെട്ടെന്ന് ഫ്രെയിമിലേക്ക് ഞാൻ വരുമ്പോ ആരാന്നുള്ളൊരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. അത് മാത്രമല്ല, ഞാനൊരു ആക്ട്രസിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോട്ടോസ് ഇടുന്ന സമയത്തൊക്കെ അത് ചോദിക്കാറുണ്ട്, വൈഫോട് പോയി ഇപ്പൊ പുതിയ ആളാണോ, വേറെ കല്യാണം കഴിച്ചോന്നൊക്കെ മേ ബി ആക്ട്രസിനെ അറിയാത്ത ആളുകളായിരിക്കും ചോദിക്കുന്നത്. അല്ല, അത് അവിടെ ചോദിക്കുന്ന അവകാശം അവർക്കുണ്ടല്ലോ കാണുന്നത്. അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആമ്പ്ലാണ്, അതായത് ഷിഹാബ് ഡിവോഴ്സ്ഡ് ആണ് എന്ന് അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഷിഹാബ് വേറെ ആളെ കല്യാണം കഴിച്ചു. ഇപ്പൊ നാളെ നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കുള്ളൊരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സിലൊന്നുമല്ല, അവിടെ ഉണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്.
അപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടല്ലോ, ഇപ്പം ഞങ്ങൾ ഒരുമിച്ചല്ല, ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഭാവിയിൽ ചിലപ്പോൾ ഡിവോഴ്സ് ആയേക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചേക്കാം എന്ന തരത്തിലാണ് ആ ഒരു ടോക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ഡിവോഴ്സ് ആയി എന്ന തരത്തിലുള്ളത്. എന്താ പറയുന്നത്, ഒരു ചൊല്ലുണ്ട് അല്ലേ, എന്താണ്, നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അത് സ്പ്രെഡായിട്ട് പല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറേ കമൻറ്റുകൾ കണ്ടു, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നമായത്, നിങ്ങൾ അതൊന്നും പറയരുതായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, വൈഫ് എന്താണ് പഠിക്കുകയാണ്, ഇപ്പോൾ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെയാണ്, വിളിക്കാറ് സംസാരിക്കാറൊക്കെ ഉണ്ട്, ഇപ്പോൾ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചല്ല, ലീഗലി ഡിവോഴ്സ് ആയിട്ടും ഇല്ല എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോഴേക്ക് എന്താണ് കൂടുതലായിട്ട് ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഡിവോഴ്സായി എന്ന തരത്തിൽ ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പുള്ളിക്കാരൻ തന്നെ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമുക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതം വേണ്ട. അപ്പോൾ ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് ആ ഒരു വീഡിയോ സ്പ്രെഡ് ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആളുകളെ ഏറ്റെടുക്കുമല്ലോ, ആളുകളെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു രീതിയിലാണ് വീഡിയോ സ്പ്രെഡായിട്ട് പോയിരിക്കുന്നത്. ആളുകളെല്ലാം അങ്ങനെയാണ് പറയുന്നതും. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഒന്നിച്ച് തന്നെ ജീവിക്കാൻ കഴിയട്ടെ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ എന്തിനും കട്ട സപ്പോർട്ടായിട്ട് ഷിഹാബിൻ്റെ കൂടെ പുള്ളിക്കാരി ഉണ്ടായിരുന്നു, ഷഹന കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഭാര്യ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്തിനും ഏതിനും. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കും ഒരു വിഷമമാണ്. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നതാണ്. എല്ലാം കൊണ്ട് നമ്മളെ എന്താണ് നമ്മൾക്ക് ഇത്രയും ഉണ്ടായിട്ടും, നമുക്ക് ഇത്രയും കയ്യും കാലും എല്ലാം ഉണ്ടായിട്ടും നമുക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഇത്രയും കുറവുകൾ ഉണ്ടായിട്ടും ആ പുള്ളിക്കാരൻ ഷിഹാബ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നതും മോട്ടിവേഷൻ കൊടുക്കുന്നതും നമുക്ക് ഷിഹാബിൻ്റെ ആ ഒരു ഇതൊക്കെ ഒരു ഇൻസ്പയർ തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പയർ തന്നെയാണ്. നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം തന്നെയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കുറവുകൾ ഉണ്ടായിട്ടും പുള്ളിക്കാരൻ എന്തെല്ലാം ചെയ്യുന്നു എന്നൊരു നമ്മളിതെല്ലാം കണ്ടിരിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. എന്തായാലും നമുക്ക് പുള്ളിക്കാരനെ കുറച്ച് വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് കണ്ടു നോക്കുന്ന കാര്യമാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി ഏതെങ്കിലും ഒരു കാലം, ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തോന്നാണ് അത്ര സന്തോഷം ഒരു ജീവിതം കിട്ടുന്നില്ല എന്ന്, അങ്ങനെ തോന്നുന്ന നിമിഷം എന്നോട് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യം എന്താണോ അത് ഒഴിവാക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ആണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എനിക്കൊന്ന് അന്ന് പറയാൻ തോന്നിയത്, എന്തെങ്കിലും നിമിഷം അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഓപ്പണായിട്ട് പറയണം. എന്നിട്ട് ഏറ്റവും നല്ല കംഫർട്ടബിളാകുന്ന തീരുമാനം എന്താണ് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3 വർഷമായി. ചെറിയ കാര്യങ്ങൾ അറിയാമല്ലോ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടായിരിക്കാം ഏകദേശം 3 വർഷമായിട്ട് നമ്മളൊപ്പം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനെപ്പോഴും പറയുന്ന കാര്യമാണ്, അതായത് നിങ്ങളെപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് നിങ്ങളുടെ വിവാഹത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ എത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, 2 കുടുംബങ്ങളിൽ 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 പേരാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, ഇഷ്ടക്കേടുകൾ സ്വാഭാവികമാണ്. അതിനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. ഇത് നെഗറ്റീവായിട്ട് എനിക്കറിയില്ല, പക്ഷേ അതാണ് സത്യം കേട്ടോ. ഞാൻ സനയോട് പറഞ്ഞ കാര്യം അതാണ്, വിവാഹം ചെയ്യുന്ന തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ സനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ശ്രീകണ്ഠൻ നായർ സാർ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന കാര്യമല്ലെന്ന്. പക്ഷേ ഞാൻ ഇങ്ങോട്ടും പറയുകയാണ്, നമ്മുടെ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേറെ ആൾക്ക് വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സനക്ക് എൻ്റെ ഉള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല തോന്നുന്ന മൊമെന്റ് സനക്ക് സന്തോഷം വരുന്ന തീരുമാനം എടുക്കണം. അങ്ങനെ നമുക്ക് ഈ ആത്മഹത്യകളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ പറ്റും. ജീവിതത്തിൽ സ്ട്രെസ് ആവുന്ന ആളുകളുടെ, ചെറിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കുറവായിട്ടുള്ള വാക്കുകളാണല്ലേ ഷിഹാബ് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ സന്തോഷം എപ്പോൾ നഷ്ടപ്പെടുന്നു അന്ന് പിരിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സോ അതുപോലെ തന്നെ ആത്മഹത്യയോ കുറയും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മനോഹരമായിട്ടുള്ളൊരു വാക്കുകൾ തന്നെയാണ്, ഓരോ പെൺകുട്ടികളും കേട്ടിരിക്കേണ്ട ഒരു വാക്കുകൾ തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, അവർ ഒന്നിച്ച് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സനായ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പക്വതയോടുകൂടി മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ശരിക്കും നടക്കുന്നത് എന്നൊന്നും നമുക്ക് അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയൂല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് അവർ നന്നായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, അവർ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ കഴിയട്ടെ, അവർ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ.
എന്നാലും ആഗ്രഹിച്ചു പോകണം അവരുടെ ആ ഒരു ലൈഫും ആ പുള്ളിക്കാരൻ്റെ ആ സൗമ്യമായിട്ടുള്ള ഒരു സംസാര രീതികളും അതുപോലെ ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ആ പുള്ളിക്കാരൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു ജീവിതത്തിൽ ഇങ്ങനൊരു ഇത് സംഭവിക്കാതിരിക്കട്ടെ, അവരുടെ ജീവിതം നല്ല സ്മൂത്തായിട്ട് സന്തോഷകരമായിട്ട് പോവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അവരെ ഒന്നിച്ച് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.